എം.ആർ. അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. വിജിലൻസ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിശദീകരണം നൽകണം. കീഴുദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയത് തെറ്റാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. പ്രദീപ് ജോസഫാണ് ചേരുന്നത്. പ്രദീപ്, എം.ആർ. അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിനോട് വിശദീകരണം തേടുന്ന സാഹചര്യം എന്താണ്? കോടതി മറ്റെന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടോ? രതീഷ്, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം.ആർ. അജിത് കുമാറിന്റെ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. അന്വേഷണം വേണമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ADGP അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം ഈ കേസിൽ അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയത് തെറ്റാണ് എന്നാണ് ഹൈക്കോടതി ഇന്ന് നിരീക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ അന്വേഷണത്തിന് പ്രോസിക്യൂഷന്റെ അനുമതി ഉണ്ടോ എന്നും ചോദിച്ചു. ഇക്കാര്യം വിജിലൻസ് വ്യക്തമാക്കുകയും ചെയ്യണം. അനുമതി ഇല്ലാതെയാണ് അന്വേഷണം നടത്തിയത് എങ്കിൽ അത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കോടതി വിലയിരുത്തി. ഈ കേസിന്റെ അന്വേഷണം സംബന്ധിച്ച് വിജിലൻസ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ എല്ലാം വിശദീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് മുൻകൂർ അനുമതി വാങ്ങിയാണോ ഇത്തരത്തിൽ അന്വേഷണം നടത്തിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കണം. ചില നിയമപ്രശ്നങ്ങൾ കാണുന്നുണ്ട് എന്നതാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നടത്തിയ പരാമർശം. എന്തായിരുന്നാലും വിജിലൻസിന്റെ വിശദീകരണം ഉൾപ്പെടെ സ്വീകരിക്കുന്നതിന് വേണ്ടി കേസ് പരിഗണിക്കുന്നത് വീണ്ടും നാളേക്ക് മാറ്റിയിരിക്കുകയാണ്. അതായത് വിജിലൻസിന്റെ മറുപടി കിട്ടിയ ശേഷം അജിത് കുമാറിന്റെ ആവശ്യമനുസരിച്ച് സ്റ്റേ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതി നാളെ തീരുമാനമെടുക്കും.